ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. സോ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ഇംഗ്ലീഷ് ചാപ്റ്ററിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററായ ആബ്സ് ഫസ്റ്റ് സ്പീച്ചാണ് ഞാൻ എടുത്തുകൊണ്ടിരുന്നത്. അതിൻ്റെ മീനിങ് ഒക്കെ പറഞ്ഞിരുന്നു. സോ ഇൻ ദിസ് ക്ലാസ് ഐ ആം ടേക്കിംഗ് എ നെക്സ്റ്റ് ചാപ്റ്റർ ഐ വിൽ ഫ്ലൈ ആൻഡ് ദിസ് ഐ വിൽ ഫ്ലൈ ചാപ്റ്റർ ഈസ് റിട്ടൺ ബൈ ഡോക്ടർ APJ അബ്ദുൽ കലാം. സോ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ചാപ്റ്ററായ ഐ വിൽ ഫ്ലൈ എന്ന ചാപ്റ്ററിൽ അത് എഴുതിയിരിക്കുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. സോ യു ക്യാൻ സീ ഹിയർ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ സക്സസ് ആവും. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ല, ഒരു എയിം ഉണ്ടാവും. ബട്ട് ഇൻ ദാറ്റ് എയിം ഹൗ വി ക്യാൻ ബി സക്സസ്ഫുൾ ആൻഡ് ഹൗ വി ക്യാൻ ബി യൂണിക് അവർ സെൽഫ്. നമ്മൾക്ക് എല്ലാവർക്കും മറ്റുള്ള ഒരാളെപ്പോലെ നമ്മുടെ പാരൻസൊക്കെ നമ്മളോട് പറയത്തുണ്ടാവും അല്ലേ, ആ നെയ്ബേഴ്സിനെ കണ്ട് പഠിക്കും, എന്ത് നല്ല മിടുക്കന്മാരായ മക്കളാണ് എന്ന് നമ്മൾ പറയുന്നുണ്ടാവും. ബട്ട് അവരുടെ ഒരു ഇതെന്ന് പറയുന്നത് എല്ലാവർക്കും പടച്ചോൻ ദൈവം എല്ലാവർക്കും ഒരുപോലുള്ള കഴിവ് തന്നിട്ടില്ല. ബട്ട് നമ്മളെല്ലാവരും അത് യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മാറിയിട്ടുള്ളത്. സോ നമ്മളെല്ലാവരും നമുക്ക് തന്ന കഴിവുകളെ നമ്മൾ പുറത്തോട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ കോൺഫിഡൻസ് വയ്ക്കുക. ഫസ്റ്റിനായിട്ട് നമ്മൾ കോൺഫിഡൻസ് എല്ലാ കാര്യത്തിനും നമ്മൾ മെയിനായി കൊടുക്കേണ്ടത് കോൺഫിഡൻസ് ആണ്. ഓക്കെ, സോ നമ്മൾ എന്ത് കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ അതിനൊരു കോൺഫിഡൻസ് നമുക്കെല്ലാവർക്കും ചിലപ്പം എന്തിനാണെങ്കിലും നമ്മളൊരു സ്റ്റേജിലോട്ട് പെർഫോം ചെയ്യാൻ പോവുകയാണെങ്കിലും നമുക്കതിനുണ്ടാവും, പലവരുണ്ടാവും സ്റ്റേജ് ഫിയർ അല്ലേ. ബട്ട് അതൊന്നും പാടില്ല. നമുക്ക് നമ്മുടെ എയിം സക്സസ്ഫുൾ ആകണം, നമുക്കൊരു യുണീക്ക് ആകണം, മറ്റുള്ളവരെക്കാളും നല്ല ഒരു ജോലി, അല്ലെങ്കിൽ എന്താ പറയുക, എല്ലാവരെയും അല്ലാണ്ട് ഒറ്റയ്ക്കായ ഞാനായിരിക്കണം യുണീക്ക്. ഐ വോണ്ട് ടു ബി മൈസെൽഫ്. എല്ലാവർക്കും ഉണ്ടാവും അല്ലേ, അവർ സെൽഫായിട്ട് മാറണം. ഓക്കെ, സോ അങ്ങനെ യുണീക്ക് ആവാനുള്ള ഒരു ഇതാണ്, യുണീക്ക്നെസ് ആണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, അതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. ആ ഒരു പാഠമാണ് എന്ത്, ഐ വിൽ ഫ്ലൈ. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു 4 വരി പോയം വെച്ചിട്ടാണ്. ഐ വിൽ സേ, so this is that 4-line poem. So what is that? When I wish upon a star, makes no difference who am. Anything my heart desires will come to me. സോ നിങ്ങൾ ഈ ഒരു 4 വരി പോയിന്റ് നിങ്ങൾ കാണാതെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിനൊക്കെ എല്ലാ പോയിൻറ്റ്സ് എഴുതുമ്പോഴൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ എഴുതുമ്പോൾ നിങ്ങൾക്ക് അതിന് വേഗം ആൻസർ കൊടുക്കാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു 4 വരി, വെൻ ഐ വിഷ് അപ്പോൺ എ സ്റ്റാർ മേക്സ് നോ ഡിഫറൻസ് ഹു ആം, എനിത്തിങ് മൈ ഹാർട്ട് ഡിസയേഴ്സ് മീ വിൽ കം ടു മീ എന്നാണ് ഈ ഒരു വരികളിൽ പറയുന്നത് അല്ലേ. അപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു 4 വരി പോയിന്റ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ചോദിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ആൻസറായിട്ട് എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഈ ഒരു 4 വരി പോയിന്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് മാർക്സ് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റും. സോ ഈ ഒരു 4 വരി നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കാം. സോ ഇതെന്താ മീനിങ് എന്ന് പറയുന്നത്, വെൻ ഐ വിഷ് അപ്പോൺ എ സ്റ്റാർ മേക്സ് നോ ഡിഫറൻസ് ഹു ആം, എനിത്തിങ് മൈ ഹാർട്ട് ഡിസയേഴ്സ് വിൽ കം ടു മീ. അതായത് ഞാനൊരു നക്ഷത്രത്തിന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആരായിക്കോട്ടെ, പാവപ്പെട്ടവനായിക്കോട്ടെ അല്ലെങ്കിൽ പണക്കാരനായിക്കോട്ടെ, എനിത്തിങ് എൽസ് ടു. ഓക്കെ, സോ വെൻ ഐ വിഷ് അപ്പോൺ എ സ്റ്റാർ മേക്സ് നോ ഡിഫറൻസ് ഹു ആം, ഞാനൊരു സ്റ്റാറിന് വേണ്ടി, ഒരു നക്ഷത്രത്തിന് വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു പണക്കാരനായിക്കോട്ടെ അല്ലെങ്കിൽ ഞാനൊരു പാവപ്പെട്ടവനായിക്കോട്ടെ, എനിത്തിങ് മൈ ഹാർട്ട് ഡിസയേഴ്സ് വിൽ കം ടു മീ. ഓക്കെ, എൻ്റെ ഹൃദയം ആഗ്രഹിച്ചാലും അത് എന്നിലേക്ക് വരും. ദിസ് ഈസ് ദ മീനിങ് ഓഫ് ദിസ് 4 ലൈൻസ്. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്, ഞാനൊരു സ്റ്റാറിന് വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാനൊരു പണക്കാരനാണെങ്കിലും അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവനാണെങ്കിലും മൈ ഹാർട്ട് ഡിസയേഴ്സ് വിൽ കം ടു മീ, എൻ്റെ ഹൃദയം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്നിലേക്ക് കടന്നു വരും എന്നാണ് പറയുന്നത്. സോ നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് പോകുന്നതിന് മുൻപ് ഞാൻ പറയുകയാണ്, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ കമൻറ്റ് എന്താണെന്നുള്ള നിങ്ങൾക്ക് ഡൗട്ട്സൊക്കെയാണ് നിങ്ങൾക്കത് കമൻറ്റ് വഴി എന്നെ അറിയിക്കുക. സോ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക, അവർക്ക് ഉപകാരമാവുമായിരിക്കും, നിങ്ങൾക്ക് ഉപകാരമായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. സോ ഞാനിതെങ്ങനെയാണ് നിങ്ങൾക്ക് എടുത്തു തരുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഈ ചാപ്റ്റർ മുഴുവനായിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു പോകും ഫസ്റ്റ്, പിന്നെ അതിൻ്റെ മീനിങ് ഫുള്ളായിട്ട് അങ്ങ് മലയാളത്തിൽ പറയാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു നമുക്ക് സമ്മർ എഴുതാൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. മലയാളത്തിൽ ഞാൻ ഫുൾ അങ്ങ് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. ഓക്കെ, സോ വി ക്യാൻ ഗോ to video. Okay, dear friends, I realize how the contributions of the youth in the past have continuously contributed to the world of today in many fields.
I would like to assert that no youth today needs to fear about the future. Why? The ignited mind of the youth is the most powerful resource on the earth, under the earth, and above the earth. Dear young friends, I would like to talk to you on the topic I am born with wings. Last year, I went to a village to inaugurate a program called Shastrayan, which means the propagation of science. The mission of Shastrayan was to ensure the preparation of about 2000 students from different schools towards making them eligible to engineers, scientists, doctors, qualified managers, and civil servants. This action would in turn empower about 2000 families of the village. My inaugural address to mixed audience consisting of 5,000 students and their family members was on the topic Science Empower the Nation. After my address, hundreds of hands were raised for asking questions due to the limited availability of time. I selected 12 students at random from the last row to the first to ask questions. I would like to share with you one question of great concern which was asked by a student. The question was from a teenager who had come from a far away village. He was nervous and the typical representative of the youth of India. The boy began speaking. Sir, I don't know what I should ask. I am nervous. I have not asked any questions in my class. I need to have confidence, but I have not gained any confidence through my education during all these years. I am afraid to talk to my teachers. I am afraid to talk to my friends. Whenever I talk, I compare myself with other students and their elegant dress. Please tell me. I want to become a marine engineer. I want to travel in a ship. I want to be the captain of the ship. I want to build the engine of the ship. Shall I be able to do all this? Sir, how can I achieve this mission? What should I do? When the boy completed the question, the entire audience and the dignitaries on the dais, including the chief minister, were looking at me, wondering that what Kalam was going to say to the sincere question of young village boy. I thought of it and breaking the silence, and I said, my dear friends, you have put the most difficult question among the many questions that I have received from millions and millions of students whom I have met. I value your question. I know you are inquiring the fear of many. Let me recite a beautiful ancient poem named I Will Fly. I am born with potential. I am born with goodness and grace. I am born with ideas and dreams. I am born with greatness. I am born with confidence. I am born with wings. So I am not meant for crawling. I have wings. I will fly. I will fly and fly. Young friends, let me discuss with you how you can be unique. I have so far met 15 million youth in a decade time. I learned every youth wants to be unique, that is you, but the world all around you is doing its best day and night to make you just everybody else. In your home, dear young fellows, you are asked by your parents to be like their neighbors, children for scoring good marks. When you go to school, your teacher says, why don't you become like the first 5 rankers in the class? Wherever you go, people say you have to be somebody else or everybody else. Now, dear young friends, how many of you would like to be unique yourself? The challenge, by dear young friends, is that you have to fight the hardest battle which any human being can ever imagine and never stop fighting until you arrive at your destined place, that is a unique you adapted. So, നിങ്ങൾക്ക് ഇവിടെ കാണാം, you have to fight the hardest battle which any human beings can ever imagine and never stop fighting. ഇത്രയും നിങ്ങൾ കാണാപ്പാടായി പഠിച്ചൊക്കെ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അതിൻ്റെ ഇടയിലൂടെയൊക്കെ നിങ്ങൾക്ക് കയറ്റി കൊടുക്കാൻ പറ്റും കേട്ടോ. ഈ ഓരോ പോയിൻറ്റ്സ് അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടിയുള്ള സാധ്യതയാണ്. സോ ഇവിടെ നിങ്ങൾക്കൊരു ബോക്സ് കാണാം, ദാറ്റ് ഈസ് അബൌട്ട് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം. ഇത് ഫസ്റ്റ് പറയേണ്ടതാണ്. സോ ഹിയർ ഈസ് സെയിങ് ദാറ്റ് ഡോക്ടർ കലാം, the former president of India, you know that our former president of India is Dr. APJ Abdul Kalam, is a distinguished scientist well known for his significant contribution to the field of space research. His vision is to transform India to a developed nation by 2020. So, Dr. എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ഒരു മിഷൻ എന്ന് പറയുന്നത് നമ്മുടെ നേഷൻ 2020 ആകുമ്പോൾ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു നേഷൻ ആവണം എന്നുള്ളതാണ്.
Doctor born on 15th October 1931, and this Dr. APJ Abdul Kalam is born on 15th October 1931 at Rameshwaram. രാമേശ്വരത്ത് വെച്ചിട്ടാണ് നമ്മൾ ഡോക്ടർ APJ Abdul Kalam ജനിച്ചത്, തമിഴ്നാട്. Abdul Kalam specialized in aeronautical engineering from the Madras Institute of Technology. He became professor of technology and societal transformation at Anna University and was involved in teaching and research. So ഇതൊക്കെ അദ്ദേഹത്തിന് കിട്ടിയ ഓരോ എന്താ പറയുക എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ഈ സ്പെഷ്യലൈസ്ഡ് ഓരോ സ്പെഷ്യലായിട്ടില്ല കേട്ടോ. അബ്ദുൽ കലാം വാസ് സ്പെഷ്യലൈസ്ഡ് ഇൻ എയറോനോട്ടിക്കൽ എഞ്ചിനീയേഴ്സ്, ഇങ്ങനത്തെ ഒക്കെ കാര്യത്തെയാണ് നമ്മൾ പറയുന്നത്. സോ ഇത് ആദ്യം പറയേണ്ട കാര്യമാണ്. സോ ജസ്റ്റ് ഐ സെഡ് നൗ ഓൺലി. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. സോ ഐ വിൽ സേ ദ മീനിങ് ഓഫ് ദിസ് ചാപ്റ്റർ. ഓക്കെ, so then you can if ma'am asked you to write Malayalam, you can easily get when I say Malayalam, you can get easily. Okay, you can get easily how to write summary. Okay, so I will say Malayalam, so you can get how to write what I will say summary. Okay, so I'll say Malayalam. So let's go. ഡോക്ടർ APJ അബ്ദുൽ കലാം നടത്തിയ പ്രസംഗമാണ് ഞാൻ പറക്കും. ഈ പ്രസംഗത്തിൽ കലാം പറയുന്നത് യുവാക്കൾ അവരുടെ ഭാവിയെപ്പറ്റി ഓർത്ത് ഭയപ്പെടാൻ പാടില്ല. കാരണം അവർക്ക് ജ്വലിച്ച മനസ്സുള്ളതിനാൽ അവർക്ക് എന്തും ചെയ്യിക്കാൻ കഴിയും. ഞാൻ ചിറകുകളാൽ ജനിച്ചവനാണ് എന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ അദ്ദേഹം പോകുന്നു. കലാം ഞാൻ ചിറകുകളാൽ ജനിച്ചവൻ എന്ന വിഷയത്തിൽ ഒരു പ്രസംഗം നടത്താൻ പോകുന്നതിന് മുമ്പ് മുൻകാലങ്ങളിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് അദ്ദേഹം ഒരു വിവരണം നൽകുന്നു. ഒരിക്കൽ അദ്ദേഹം ശാസ്ത്രത്തിൻ്റെ പ്രചരണം എന്നർത്ഥമുള്ള ശാസ്ത്രായൻ എന്ന പേരിൽ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പോയി. ഈ പ്രോഗ്രാം ഒരു ഗ്രാമത്തിൽ നിന്ന് 2000 വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുകയും അവരെ എഞ്ചിനീയർമാർ, ശാസ്ത്രജ്ഞന്മാർ, സിവിൽ സർവീസ് മാനേജർമാർ, ഡോക്ടർമാർ എന്നിങ്ങനെ പ്രവർത്തിക്കാൻ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ഉദ്ഘാടന പ്രസംഗത്തിനായി ശാസ്ത്രം രാഷ്ട്രത്തെ ശക്തിപ്പെടുത്തുന്നു എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ചോദ്യോത്തര വേളയിൽ ഒരു കൗമാരക്കാരൻ ഡോക്ടർ APJ അബ്ദുൽ കലാമിനോട് വളച്ചൊടിക്കുന്ന ചോദ്യം ചോദിച്ചു. തനിക്ക് ആത്മവിശ്വാസം ഇല്ലെന്ന് കൗമാരക്കാരൻ പറഞ്ഞു. മെറൈൻ എഞ്ചിനീയർ ആകുക എന്നതാണ് അവൻ്റെ ആഗ്രഹം. അവൻ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ആഗ്രഹിക്കുന്നു. അവൻ തൻ്റെ കരിയറിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നു. അവസാനം തൻ്റെ സ്വപ്നം എങ്ങനെ നേടാനാകുമെന്ന് അവൻ കലാമിനോട് ചോദിക്കുന്നു. ഈ ചോദ്യം കേട്ട അബ്ദുൽ കലാം പറഞ്ഞു, കൗമാരക്കാരനായ ആൺകുട്ടി ഇന്ത്യയിലുടനീളം ഉള്ള ദശലക്ഷക്കണക്കിന് കുട്ടികളുടെ ശബ്ദത്തിൽ പ്രതിധ്വനിച്ചു. പല കുട്ടികൾക്കും അവരുടെ ഭാവിക്ക് എന്ത് സംഭവിക്കുന്നുവെന്ന് അറിയില്ല. അവർക്ക് അവരുടെ സ്വപ്നം ഒരു തടസ്സവുമില്ലാതെ നേടാൻ കഴിയുമോ എന്ന ആശയക്കുഴപ്പമുണ്ട് ഓരോ മനുഷ്യനും. സാധ്യത, നന്മ, ആത്മവിശ്വാസം, ഭാവനാപരമായ ശക്തി എന്നിവയുണ്ടെന്ന് അവരുടെ സ്വപ്നം നടക്കാൻ അവകാശമുണ്ടെന്നും പറയുന്ന ഞാൻ പറക്കും എന്ന് പേരിട്ടിരിക്കുന്ന ഒരു കവിത അദ്ദേഹം പാരായണം ചെയ്യുന്നു. കാരണം കവിത സൂചിപ്പിക്കുന്നത് പോലെ എനിക്ക് ഉണ്ട് ചിറകുകൾ, ഞാൻ പറക്കും. എല്ലാവരും അദ്വിതീയരമാണെന്ന് ഡോക്ടർ APJ അബ്ദുൽ കലാം പറയുന്നു. മിക്ക കുട്ടികൾക്കും അതുല്യനാകണം എന്ന ആഗ്രഹമുണ്ട്. എന്നാൽ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ള സമൂഹമാണ് ഒരു വ്യക്തിയെ മറ്റൊരാളുമായി താരതമ്യം ചെയ്യുന്നത്. ഫലം എല്ലാവരും മറ്റുള്ളവർ ആയി മാറുന്നു. അതിനാൽ ഡോക്ടർ APJ അബ്ദുൽ കലാം തൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഇന്നത്തെ തലമുറയുടെ ഏറ്റവും വലിയ വെല്ലുവിളി നിങ്ങൾക്ക് എങ്ങനെ അതുല്യത നേടാം എന്നതാണ്. സോ ദിസ് ഈസ് അവർ സെക്കൻഡ് ചാപ്റ്റർ ഐ വിൽ ഫ്ലൈ. സോ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓരോ കഴിവുകളും നമ്മൾ പുറത്തിറക്കാൻ നമ്മൾക്ക് കോൺഫിഡൻസോ അല്ലെ കറേജ് ഇതൊക്കെ കുറവായിരിക്കും. നമ്മൾക്കൊരു സക്സസ്ഫുള്ളായി എത്തണമെങ്കിൽ നമുക്ക് അതിനായിട്ടുള്ള ഹാർഡ് വർക്കും അതുപോലെ തന്നെ അതിന് ചുറ്റും കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് നമ്മളായിട്ട് ബി യൂണിക് സെൽഫ് അങ്ങനെയൊക്കെയാണ് നമുക്ക് നമ്മുടേതായ ഓരോ കാര്യങ്ങൾ. സോ വി മസ്റ്റ് ഹാർഡ് വർക്ക്. സോ നമ്മുടെ പാരൻസ് ഈ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ പാരൻസ് പറയുന്നുണ്ടാവും നമ്മുടെ നെയ്ബേഴ്സിനെ പോലെ ആവട്ടെ, ആ മക്കളെ നോക്കി പഠിക്കുക, അവരെന്ത് നല്ല മിടുക്കന്മാരാ എന്നൊക്കെ പറയുന്നുണ്ടാവാം. ബട്ട് വി മസ്റ്റ് ഇഗ്നോർ ഇറ്റ് ബിക്കോസ് നമ്മുടേത് നമ്മൾക്കേ അറിയുള്ളൂ. സോ നമ്മൾ അങ്ങനെ ആക്കിയെടുക്കണം. ഓക്കെ, സോ വെൻ വി ഗോ ടു സ്കൂൾസ് അവർ ടീച്ചേഴ്സ് വിൽ ബി സെയിങ് ദാറ്റ് ഫസ്റ്റ് 5 റാങ്കേഴ്സിനെ പോലെ നിനക്കും ആയിക്കൂടി എന്ന് ചോദിക്കുന്നുണ്ടാവും അല്ലേ. സോ യു മസ്റ്റ് ഇഗ്നോർ ഓൾ ദോസ് കൈൻഡ്സ് ഓഫ് ഇൻഫോർമേഷൻ. ഓക്കെ, വി മസ്റ്റ് ഗെറ്റ് ഹാർഡ് വർക്ക് വെരി മോർ. സോ
must success in our life, we must get success in our life. So that's only saying in this chapter. So APJ Abdul Kalam പറയുന്നത് എന്താ വെച്ചാൽ നമുക്ക് സക്സസ് ആവാം, ഹൗ വി ക്യാൻ ബി സക്സസ്, ദാറ്റ്സ് ഓൾ ഇൻ ദിസ് ചാപ്റ്റർ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. സോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ കാണുന്നതിൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ബെല്ലൈക്കൺ ഒന്ന് അമർത്ത്, അതിൽ നിങ്ങൾ ഓൾ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോസ് നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കും. So that's all for today. So see you on next video. Till that, bye bye.